അത് ഒരു അച്ഛനാവണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ് വുമൻസിന് ഒരു അമ്മയാവണമെന്ന് ആഗ്രഹമുള്ള എത്രയോ കപ്പിൾസ് ഉണ്ട്. ആദ്യം പറഞ്ഞപ്പോഴേ ആള് വില്ലിങ് ആയിരുന്നില്ല, ആള് വേണ്ടാന്ന് ആദ്യമേ എടുത്ത് പറഞ്ഞത്. അതും സൊസൈറ്റിയെ പേടിച്ചിട്ട് തന്നെയാണ്. ഞാൻ അച്ഛനാവുമല്ലോ എന്നുള്ള ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ പ്രസവിക്കുന്നു, നിന്റെ കൈ തരുന്നു, ഞാൻ അവിടുന്ന് 2 മാസം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകും, പിന്നെ നീ അമ്മ മോളോ എന്താന്ന് വെച്ചാൽ ആയിക്കോളാന്ന് പറഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ നമ്മുടെ മക്കളെന്ന് വിചാരിച്ച് കൊണ്ട് നടക്കുന്ന കൊച്ചിനെ പെട്ടെന്ന് നമ്മളടുത്ത് സ്നേഹം കുറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും സഹിക്കാൻ പറ്റൂലല്ലോ. പ്രസവിച്ച് തരും എന്ന് അച്ഛനായിട്ട് വിലസണോ എന്നുള്ളതാണ് ആളുടെ ആഗ്രഹം. ഈ ഒരു നിമിഷത്തിൽ അഭിമാനം തന്നെയാണ്. കാരണം ആരും ഇങ്ങനെ ചിന്തിക്കാത്തൊരു വിഷയമാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയെ പേടിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ട്രാൻസ് എന്ന് പറയുന്നത്. മോൾഡ് സ്കൂളിലെ PTA മീറ്റിംഗിന് ഇംഗ്ലീഷ് സംസാരിക്കാവുന്ന സ്വപ്നവുമായി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാണ് ടൈലർ സുശീല. സുശീല അതിന് തയ്യാറാക്കുന്നത് ഞങ്ങളാണ്. ഇംഗ്ലീഷ് കഫേ. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വെറൈറ്റി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഗസ്റ്റാണ്, സഹദ് ആൻഡ് സിയ. ഫസ്റ്റ് ട്രാൻസ് മാൻ പ്രഗ്നൻസി എന്ന ചരിത്രം എഴുതുകയാണ് സഹദും സിയും. എന്താണ് ഈ ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു നിമിഷത്തിൽ അഭിമാനം തന്നെയാണ്. കാരണം ആരും ഇങ്ങനെ ചിന്തിക്കാത്തൊരു വിഷയമാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയെ പേടിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ട്രാൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി എന്ത് പറയുമെന്ന് ഒരു പേടി കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ഒത്തിരി ട്രാൻസ്മെൻസ് അത് ഒരു അച്ഛനാവണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ് വുമൻസിന് ഒരു അമ്മയാവണമെന്ന് ആഗ്രഹമുള്ള എത്രയോ കപ്പിൾസ് ഉണ്ട്. ഇപ്പം ട്രാൻസ്മെൻ പ്രഗ്നൻസി പോസിബിൾ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരൊന്നും എനിക്ക് തോന്നുന്നു ഇങ്ങനെ മുന്നോട്ട് വരാത്തതിൻ്റെ റീസൺ എന്ന് തോന്നുന്നു നമ്മുടെ സൊസൈറ്റി എങ്ങനെ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും. ഇപ്പോൾ നമ്മൾ തന്നെ ഇത് പബ്ലിഷ് ചെയ്ത സമയത്ത് നമുക്ക് ഒത്തിരി നല്ല പോസിറ്റീവ് കമൻസ് വന്നു, പക്ഷേ എങ്കിൽ കൂടി നെഗറ്റീവ് കമൻസ് ഒത്തിരി വന്നിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചു, പക്ഷേ നമ്മളത് നെവർ മൈൻഡിൽ വിട്ടു. അതെന്തായാലും എന്ത് കാര്യമായാലും അതിനൊരു പോസിറ്റീവ് നെഗറ്റീവ് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ആ ഒരു കണക്കിലെടുത്തു, അതിനെ ആ നെവർ മൈൻഡ് ആക്കി വിട്ടു. എന്തായാലും നമ്മളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. വളരെയധികം സന്തോഷം. ഒരു സ്ത്രീയിൽ നിന്നൊരു പുരുഷനിലേക്കുള്ള മാറ്റത്തിലും ഇങ്ങനൊരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇല്ല ഒരിക്കലും ഇല്ല കേട്ടോ. ഒരു ആഗ്രഹം ഒരിക്കലും ഇല്ല. ഞാൻ ആലോചിക്കുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ബ്രസ്റ്റ് റിമൂവറൊന്നും ചെയ്യൂലല്ലോ. പിന്നെ കൂടെ വന്ന ശേഷം നമ്മൾ ഉറപ്പിച്ചെടുത്തൊരു തീരുമാനമാണ്. നിങ്ങൾ പരസ്പരം തീരുമാനിച്ച് നല്ലോണം തീരുമാനിച്ച്. കാരണം ഈ ഒരു കാര്യം ആദ്യം പറഞ്ഞപ്പോഴേ ആള് വില്ലിങ് ആയിരുന്നില്ല, ആള് വേണ്ടാന്ന് ആദ്യമേ എടുത്ത് പറഞ്ഞത്. കാരണം അത് വേണ്ട, അതും സൊസൈറ്റിയെ പേടിച്ചിട്ട് തന്നെയാണ്. എന്ത് പറയും, സൊസൈറ്റിയെ പേടിച്ചിട്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. കാരണം ആൾക്ക് അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴും ആള് ഞാൻ അച്ഛനാവുമല്ലോ എന്നുള്ള ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പോഴും പറയാൻ എന്താന്ന് വെച്ചാല്, ഞാൻ പ്രസവിക്കുന്നു, നിന്റെ കൈ തരുന്നു, ഞാൻ അവിടുന്ന് 2 മാസം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകും, പിന്നെ നീ അമ്മ മോളോ എന്താന്ന് വെച്ചാൽ ആയിക്കോളാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾ ഇവിടെ കിടന്നിട്ട് വിളിച്ചാടുന്നത്. അപ്പം പ്രസവിച്ച് തരും എന്ന് അച്ഛനായിട്ട് വിലസണോ എന്നുള്ളതാണ് ആളുടെ ആഗ്രഹം. ഇപ്പോൾ എത്ര മാസമായി സാറിന്? എന്നാണ് ഡെലിവറി ഡേറ്റ് എന്നാ വരുന്നത്? 8 മാസം കഴിഞ്ഞു. ഡെലിവറി ഡേറ്റ് പറഞ്ഞത് March 4 പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം ഈ മാസം 13 ഇല്ലെങ്കിൽ 20 അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അത് 6 പോയാൽ മെഡിക്കൽ കോളേജാണ് ഹോസ്പിറ്റൽ. ഈ ഹോർമോണൊക്കെ എടുക്കുന്നത് കുഞ്ഞിനെ എഫക്ട് ചെയ്യുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഞങ്ങള് അതൊക്കെ ഞങ്ങൾ ആദ്യമേ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷൻ, നമ്മൾ ഇതിന് മുന്നേ ഒരു അഡോപ്ഷൻ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അഡോപ്ഷൻ പറ്റുമോ, കാരണം അഡോപ്ഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആദ്യത്തെ ട്രാൻസ് അഡോപ്ഷൻ ആയിരിക്കും തോന്നുന്നു അല്ലേ കേരളത്തിൽ. അപ്പോൾ ഞങ്ങൾ ആ വഴിക്കൊന്ന് നോക്കിയായിരുന്നു, ജസ്റ്റ് അന്വേഷിച്ചായിരുന്നു. പക്ഷേ അതിന് ലീഗലി ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. മാത്രമല്ല ആ കൊച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ആ കൊച്ചിനോട് പറയണം ഒറിജിനൽ അച്ഛനും അമ്മയും ആരാണെന്ന് പറയണം. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ വരുമല്ലോ. കൊച്ചിന് ഇഷ്ടം കുറയോ, അങ്ങനെ നമുക്ക് തമ്മിൽ ഇഷ്ടം കുറയോ, അങ്ങനെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. നമുക്കിപ്പോൾ നമ്മുടെ മക്കളെന്ന് വിചാരിച്ച് കൊണ്ട് നടക്കുന്ന കൊച്ചിനെ പെട്ടെന്ന് നമ്മളടുത്ത് സ്നേഹം കുറയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും സഹിക്കാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിച്ച അഡ്വൈസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ എൻ്റെ ഒരു ഡാൻസ് ക്ലാസ്സിൽ, അതായത് എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മയായിരുന്നു
ഡോക്ടർ ഞങ്ങൾ കൺസൾട്ട് ചെയ്തിരുന്നത്. അവരെയാണ് നമുക്ക് എല്ലാം പറഞ്ഞു തന്നതും കാര്യങ്ങൾ ചെയ്തു തന്നതും ഒക്കെ. അങ്ങനെ നമ്മൾ 1 വർഷത്തെ ഹോർമോൺ നിർത്തിവെച്ചു, 1 വർഷം ഹോർമോൺ നിർത്തിവെച്ചു, 2 പേരും നിർത്തിവെച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നതും എല്ലാം ഓക്കെ ആവുന്നതും ഒക്കെ അങ്ങനെയാണ്. ഒരു അച്ഛനായോ അമ്മയായോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും സന്തോഷം തന്നെ. ഫസ്റ്റ് എക്സ്പീരിയൻസ്, ബെസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം വാവ ചെയ്യുമ്പോഴും വല്ലാത്തൊരു ഫീലാണ്. ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. വല്ലാത്തൊരു ഫീലാണ്. മൂവിങ് ആണ്. ഇന്ന് രാവിലെ ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, നമുക്കൊരു ന്യൂസിന്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആള് ഇവിടെ വന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഫോട്ടോസ് ഒരു സമയം എടുക്കുമ്പോൾ ക്ലിക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാവില്ല. അത് ഇതാക്കുമ്പോ ഇവിടെ ഭയങ്കര ചാട്ടമായിരുന്നു ആൾ അതിനകത്ത്. അയ്യോ, അത് ക്യാമറമാനും അത് ഭയങ്കരമായിട്ട് ഫീൽ ആയി. ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ആ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് അനങ്ങുന്ന സമയത്ത് ആള് പറഞ്ഞു അമ്മയുടെ ലൈവായിട്ട് കണ്ടു. കാരണം ഞാൻ ടീഷർട്ട് ഇടാതെയായിരുന്നു നിന്നിരുന്നത്. ഷൂട്ട് അങ്ങനെയായിരുന്നു. ഫോട്ടോ എടുത്തത് അവൻ ടീഷർട്ട് ഇടാണ്ട് നിന്നൊരു ഇതായിരുന്നു. അപ്പം ആ സ്പീഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുമ്പോൾ ആൾ അതിനകത്ത് കിടന്നത് ഭയങ്കര താളച്ചോട്ടായിരുന്നു. ഇപ്പം ബ്രസ്റ്റ് റിമൂവൽ കഴിഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഈ ഫീഡിങ് എങ്ങനെയാണ് വരുന്നതിനെ പറ്റി എന്താണ് പറയുന്നത്? അത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു തന്നായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയം വരെ അവർ മിൽക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ നോക്കാം എന്നാണ് പറഞ്ഞത്. ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അത് എന്തെങ്കിലും സൊല്യൂഷൻ അവർ പറഞ്ഞു തരും എന്നുള്ള ഉറപ്പിലാണ് ഞങ്ങളുള്ളത്. ഹോം മെഡിക്കൽ കോളേജ് ജ്യോതി എന്നാണ് പേര് അല്ലേ? ജ്യോതി എന്നാണ് പേര്. ഡോക്ടർ ഒരു നേഴ്സ് ഉണ്ട് ശോഭ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ചെല്ലേണ്ട താമസം, ഞങ്ങളുടെ ഫയലും കാര്യങ്ങളും വാങ്ങിച്ച് ഞങ്ങൾ സെപ്പറേറ്റ് റൂമിൽ കൊണ്ടുവച്ചിരുത്തും. ഡോക്ടർ എത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കും. അങ്ങനെയൊക്കെയാണ് മെഡിക്കൽ കോളേജിൽ. ഭയങ്കര സപ്പോർട്ടാണ് ഇവർ രണ്ടുപേരും. അവരോട് ഹോസ്പിറ്റലിൽ പോകുന്നതിനെ പറ്റി വലിയ ടെൻഷൻ ഒന്നും ഇല്ല. അവര് കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ലാസ്റ്റ് ഈ കഴിഞ്ഞ മൺഡേ പോയ സമയത്ത് അവിടുത്തെ നേഴ്സുമാരും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും പറയുമായിരുന്നു, എന്നാ നിങ്ങൾ വരുന്നത്, നിങ്ങളെ കൊണ്ടുപോകണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അവര് ഭയങ്കര വെയിറ്റിംഗിലാണ് ഞങ്ങൾക്ക് വേണ്ടി. മെന്റലി സപ്പോർട്ട് വളരെ വലുതാണ് ഈ ഒരു സമയത്ത്. തീർച്ചയായിട്ടും രാവിലെ വരുന്നവരൊക്കെ ക്യൂ നിന്നിട്ട് മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇപ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം ഒരു എത്ര ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും അവിടെ നേരം വെളുത്ത് 5:30 തൊട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് OP ടിക്കറ്റിന് വേണ്ടിയിട്ട്. നമുക്കതൊന്നും ഇല്ലാണ്ട് നമ്മൾ കയറി പോകുന്നു. OP ടിക്കറ്റ് എടുക്കാൻ പിന്നെ നമ്മൾ അത്യാവശ്യം സമയം വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. കാരണം നമ്മളെത്ര സ്പെഷ്യൽ ആണെങ്കിലും എല്ലാവരും നമ്മളെപ്പോലെ എഫേർട്ട് എടുത്ത് വരുന്നവരല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോവാതെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഒരു കുഞ്ഞ് വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറത്ത് നിന്നിട്ടുള്ള സപ്പോർട്ട് പുറത്തുനിന്നല്ല, എൻ്റെ പറയുകയാണെങ്കിൽ എൻ്റെ സ്വന്തം, അതായത് എൻ്റെ താത്ത എന്ന് പറയാം. കാരണം എൻ്റെ കസിൻ സിസ്റ്ററാണ് ആള്. എൻ്റെ ഉപ്പായുടെ അനിയത്തിയുടെ മോളാണ്, എൻ്റെ കസിൻ സിസ്റ്ററാണ്. അപ്പം ആളും ആളുടെ പാർട്ട്ണർ സമീറ ഷമീർ എന്നാണ് അവരുടെ പേര്. അവർ 2 മക്കളാണ്, പെൺമക്കളാണ്. 2 പേരും എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് ഡാൻസിൽ. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആൾ നമ്മുടെ ഭയങ്കര മോട്ടിവേറ്ററാണ്. ഐ മീൻ ഇപ്പോൾ അവരാണ് പറഞ്ഞു തന്നത് നമുക്കിപ്പോൾ ലോകത്ത് ഇപ്പോൾ ട്രാൻസ് എന്ന് പറയുന്ന ഇതിനിപ്പം ഏകദേശം ആൾക്കാർ അംഗീകരിച്ച് വരുന്നു. ആ സമയത്ത് ട്രാൻസ് കുറേ ആൾക്കാർ ഇങ്ങനെ ഔട്ട്കമ്മിങ് ആയിട്ട് വരുന്നുണ്ട്. കുറേ ആൾക്കാർ സെക്സ് വർക്ക് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കി ഇങ്ങനെ ഒത്തിരി സർജറികളും ചെയ്ത് സ്ത്രീ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ മേക്കപ്പ് ഫീൽഡിലോ അല്ലെങ്കിൽ സിനിമ രംഗത്തൊക്കെ ആയിട്ട് ഒത്തിരി പേര് അങ്ങനെ ജീവിക്കുന്നു. അല്ലെങ്കിൽ ഒത്തിരി പേര് പ്രേമം, നൈരാശ്യം അല്ലാതെ എന്തെങ്കിലും ഡിപ്രഷൻ കാര്യങ്ങളായിട്ട് കുറേ ആൾക്കാർ സ്വയം ആത്മഹത്യകൾ ചെയ്ത് മരിക്കുന്നു. അപ്പം നിങ്ങളുടേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുടുംബം വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക തലമുറ വേണ്ടതെന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ ഇങ്ങനെ ഒരു എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തത് അവരാണ്. അവർക്ക് നല്ലൊരു പങ്കുണ്ട്. 2 പേരും ഞങ്ങൾക്ക് നല്ല പങ്കുണ്ട്. കാരണം അവരാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പറയുന്നത്. നമുക്ക് എന്തുണ്ടെങ്കിലും ഇപ്പോൾ അവരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടെങ്കിലും അവരുടെ അടുത്ത് ഓപ്പണായിട്ട് ചോദിക്കാൻ ഞങ്ങൾ ഭയങ്കര ഓപ്പണാണ്. കാരണം എൻ്റെ ഫാമിലിയിൽ നിന്ന് അവൾ മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ.
ആ ഒരു റീസൺ കൊണ്ട് തന്നെ എൻ്റെ ബാക്കിയുള്ള ഫാമിലീസ് എല്ലാം അവളെയും ഇപ്പം പുറത്താക്കിയ പോലെയാണ്. ആരും അവളോട് കൂട്ടില്ല, അവളായിട്ട് ആരും സംസാരിക്കത്തില്ല. ഈ ഒരു ജെൻഡർ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? നമ്മൾ എല്ലാവരും പറയും പോലെ തന്നെ ചെറിയ പ്രായത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് ഇപ്പം നോർമലൊരു പെൺകുട്ടി അങ്ങനെ നടക്കുന്നത് ആൺകുട്ടി അങ്ങനെ നടക്കുന്നത്, നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഫീൽ ആവുമല്ലോ. അതെനിക്ക് ചെറുപ്രായത്തിലേ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുക മാത്രമല്ല, എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതായത് എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും പറയും എൻ്റെ സൗണ്ട് പണ്ടേ ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ഫീമെയിൽ വോയിസ് പോലെ തോന്നും. അപ്പോൾ ഈ താത്തമാരൊക്കെ പറയും നീ എന്താ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്ന, ആണുങ്ങളെ പോലെ എന്താ പറയുക ഒരു ഗാംഭീര്യത്തിൽ സംസാരിക്കുന്നൊക്കെ പറയും. അതേപോലെ നമ്മൾ പണ്ടേ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കൊളിച്ചിരുന്ന ഷോളുകൊണ്ട് സാരി കെട്ടിയിട്ട് അങ്ങനെ പല കളികളും കളിക്കുമല്ലോ. അപ്പോൾ അന്നൊക്കെ അവരിങ്ങനെ നമ്മളെ കളിയാക്കും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ പറയും. അപ്പോഴേ നമുക്കിങ്ങനെ തോന്നും. അന്നിപ്പം നമുക്ക് അറിയില്ലല്ലോ ട്രാൻസ് എന്താണ്, അല്ലെങ്കിൽ ജെൻഡർ റിവീൽ ചെയ്തപ്പോൾ എന്തായിരുന്നു ഫാമിലിയിൽ നിന്ന് ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഫാമിലി നിന്നിട്ടല്ല ഞാൻ ഒരിക്കലും എൻ്റെ ജെൻഡർ റിവീൽ ചെയ്യുന്നത്. കാരണം ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ പോകുമായിരുന്നു. ഡാൻസ് അന്ന് സാറായിട്ട് പോകുമായിരുന്നു, സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അത് ഫാമിലിക്ക് ഇഷ്ടമായിട്ടായിരുന്നു. അങ്ങനെ ഇഷ്ടമില്ലാതായി എന്നെ വീട്ടിൽ നിന്ന് വല്ലാണ്ട് വേറെയുള്ള ജോലികൾക്കൊക്കെ പോകാൻ പറയും. അങ്ങനെ വേറെയുള്ള ജോലികൾക്കൊക്കെ വിട്ടു. പിന്നെ എന്നെ എങ്ങും വിടാണ്ടായി. ഞാൻ അന്നേ മുടിയൊക്കെ വളർത്തുമായിരുന്നു അങ്ങനെ കുറച്ച്. അപ്പം ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ അതൊക്കെ പിടിച്ച് വെട്ടി എലി കരണ്ടമാതിരി ആക്കി വെക്കും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഒരു സ്കൂളിൽ ഒരു ഡാൻസ് ക്ലാസ് കിട്ടിയ സമയത്ത് ഞാൻ ഇറങ്ങിയതാണ്. പിന്നീട് ഞാൻ വീട്ടിലോട്ട് പോയിട്ടില്ല. അതായിരുന്നു സത്യം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പിന്നീട് ഞാൻ നേരെ ചെല്ലുന്നത് ഇങ്ങനെ ഷെൽട്ടർ ഹോമിലേക്കാണ് ഞാൻ പിന്നെ ചെല്ലുന്നത്. പിന്നെ ആ സമയത്ത് ടിക്ടോക്ക് ആയിരുന്നല്ലോ നല്ലോണം കത്തി നിന്നിരുന്നത്. ആ ടിക്ടോക്കിൽ ഇവിടെ ഞാൻ റീലൊക്കെ ചെയ്യുന്ന സമയത്താണ് പിന്നെ വീട്ടുകാർ അറിയുന്നത് ഞാനിങ്ങനെ മാറിയെന്നുള്ളത്. അതിനുശേഷം പിന്നെ അങ്ങനെ വിളിക്കും, ദേഷ്യപ്പെടും. അങ്ങനെ ഷെൽട്ടർ ഹോമിലും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പോലീസുകാരുമായിട്ട് ഒരു പ്രാവശ്യം ഷെൽട്ടർ ഹോമിൽ, അന്ന് ആരുമില്ല ഷെൽട്ടർ ഹോമിൽ, രാത്രിയായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അന്നേരം വീട്ടുകാരും അകത്തോട്ട് വന്നില്ല. 2 പോലീസുകാർ വന്നിട്ട് ചോദിച്ചു ആരാണ് ഇന്ന ആളെന്ന് ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ആരുമില്ല, നിങ്ങൾ പോയിട്ട് നാളെ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഥ അടച്ചു. അന്ന് ഞാൻ പിന്നെ ജനവാതിലൂടെ നോക്കിയ സമയത്താണ് ഇവരൊക്കെ അവിടെ ഗേറ്റിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഇവൻ്റെ കഥ പറയണമെങ്കിൽ ഇവൻ്റെ കഥ ഇതുപോലൊക്കെ തന്നെ. ഇവന് വീട്ടിലൊന്നും പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ വീട്ടിൽ അക്സെപ്റ്റഡ് ആയിട്ടില്ല. സർജറി ചെയ്യുന്ന സമയത്തൊന്നും വീട്ടിൽ മുടി വെട്ടി ഒരു സുപ്രഭാതത്തിൽ ചെന്നപ്പോൾ അതിനും കുറെ കേട്ടു. മുങ്ങി നടക്കുമായിരുന്നു. ബ്രസ്റ്റ് റിമൂവൽ അതും ഇവൻ ആരുടെയും സഹായമില്ല. ഇവൻ നമ്മുടെ ഏതെങ്കിലും ട്രാൻസ് കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നിട്ട് അന്ന്, അല്ലെങ്കിൽ ആരും ഇവന് അഡ്വൈസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർജറി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല അവൻ പോയി ചെയ്തത്. ഇവന് എവിടുന്നോ കിട്ടിയൊരു അറിവ് വെച്ച് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഹോസ്പിറ്റലിൽ ചെന്ന് പൈസ അടയ്ക്കുന്നു, ഡോക്ടർ സർജറി ചെയ്യുന്നു, 3-ന്റെ അന്ന് ഇറങ്ങി പോരുന്നു. ഇൻസ്റ്റഗ്രാമിൽ സിയ പവൽ എന്നാണല്ലോ. അപ്പോൾ എന്താണ് ആ പവൽ എന്ന് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. പവൽ എന്ന് അറിയാനെന്താ, എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം പവൽ എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ സിയ എന്നുള്ള പേര് എനിക്ക് എൻ്റെ ഒരു സിസ്റ്ററുടെ മോള് പേര് ആയിഷ സിയ എന്നാണ്. അപ്പോൾ എനിക്ക് സിയ ആ ഒരു ഇതുണ്ടല്ലോ, സിയ അങ്ങനെയുള്ള പേരുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സെഡ് വെച്ചൊക്കെ തുടങ്ങുന്ന പേരുകൾ. അങ്ങനെ എനിക്ക് ആ പേരിനോട് ഇഷ്ടമായപ്പം സിയ. അപ്പോൾ പവൽ എന്നുള്ളൊരു പേര് എനിക്ക് അറിയാമായിരുന്നു ആദ്യമേ. അപ്പം സിയ പവലിന് ഞാനിങ്ങനെ മനസ്സിലാക്കി കണ്ട് ഞാൻ തന്നെ സ്വയം ഇട്ട പേരാണ് സിയ പവൽ. അല്ലാണ്ട് വേറെ ആരും ഇട്ടതോ അങ്ങനെ ആക്കിയതോ ഒന്നുമില്ല. പിന്നെ ഇവനോട് ഇഷ്ടം തോന്നിയ സമയത്തും എനിക്ക് കൂടുതൽ ഇഷ്ടമാവാൻ കാരണം സഹദ് എന്നുള്ള ആ സെഡ് വന്നതുകൊണ്ടാണ്. അതും അതുകൊണ്ടാണ് എനിക്ക് ഇല്ല. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇപ്പം നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണമെന്നുള്ള. ആ ഒരു കോൺസെപ്റ്റിലുള്ള ആളെ അല്ല സഹദിനും ഞാനും. പക്ഷേ ഞങ്ങൾ എങ്ങനെ ഇത്ര ഡീപ്പായിട്ട് ഇങ്ങനെ എല്ലാ സ്നേഹത്തിലായി എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഞങ്ങളെപ്പോഴും ചോദിക്കും. ഞങ്ങൾ ഒരുമിച്ചായി. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞല്ലോ. പോയ സമയത്ത് ഇവൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു താമസം. അവൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നില്ല. അവിടെ ഒരു 3.5 മാസത്തോളം താമസിച്ചു. അതിനുശേഷം ഞങ്ങൾ സെപ്പറേറ്റ് വീടെടുത്ത് പോയി. ഒറ്റയ്ക്ക് വീടെടുത്ത് പോയപ്പോൾ ഞങ്ങൾ വീട് മാറി അന്ന് തൊട്ടേ ഞാൻ ഇവനോട് ഇങ്ങനെ ചോദിക്കും, അല്ല നമ്മളിപ്പോൾ എങ്ങനെ എങ്ങനെ നമ്മൾ ഇത്ര ഇഷ്ടത്തിലായി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ സ്വയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമായിരുന്നു. ഈവൻ ഞങ്ങള് ഡിവോഴ്സ് എന്നും പറയും എത്രയോ പ്രാവശ്യം അങ്ങനെ അടി ഉണ്ടായിട്ടുണ്ട്. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? എപ്പോഴാണ് ഈ അഫയർ സ്റ്റാർട്ട് ചെയ്തത്?
പ്രപ്പോസൽ സീനായിട്ടൊന്നും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാലല്ലേ. ഞാനാണ് അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചതും കാരണം അതൊരു വലിയൊരു സ്റ്റോറി, അത് പറയാൻ ഒത്തിരി ഉണ്ട്. അതെങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലോട്ട് കമ്മൗട്ടായി വന്ന സമയത്ത് ഞാൻ ഷെൽട്ടർ ഹോമിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. കോഴിക്കോടുള്ളൊരു ഷെൽട്ടർ ഹോം ഉണ്ടായിരുന്നു ട്രാൻസിനുള്ളത്. അപ്പോൾ 5 മാസം സമയത്ത് കാലാവധി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് നമ്മുടെ ട്രാൻസ് ആയിട്ട് തന്നെയുള്ളൊരു ദീപാറാണി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ മകളായിട്ട് അഡോപ്റ്റ് ചെയ്യുമായിരുന്നു. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പൊതുവെ ഉള്ളതാണ് മക്കൾ അഡോപ്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ എൻ്റെ മകളായിട്ട് എന്നെ സെക്സ് വർക്കിനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കോ ഒന്നും വിടാതെ സ്വന്തം അവരുടെ ചിലവിൽ എന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ പഠനമായാലും എന്തായാലും അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് സ്വന്തം മോളെ പോലെ ഏറ്റെടുക്കുകയായിരുന്നു അവന് ചെയ്തത്. അങ്ങനെ നമ്മൾ അതേപോലെ തന്നെ ഇവനും ട്രിവാൻഡ്രക്കാരനാണ്. ഇവൻ്റെ നേറ്റീവ് പ്ലേസ് ട്രിവാൻഡ്രത്താണ്. അങ്ങനെ ആള് കോഴിക്കോട് ഉള്ള ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി അഷിത എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകനായിട്ടാണ് ആളിവിടെ കോഴിക്കോട് വരുന്നത്. അതും ഈ കൊറോണ സമയത്താണ്. ഞങ്ങൾക്ക് തമ്മിൽ കേട്ട് പരിചയമുള്ളൂ, കണ്ടിട്ടില്ല അതുവരെ. അപ്പം ഞങ്ങൾ സർജറി കഴിഞ്ഞ് വന്ന സമയമാണ്. അപ്പം ഇവരും ഇവൻ്റെ അമ്മയും എല്ലാവരും എൻ്റെ മമ്മീനെ കാണാൻ വന്നത്. അപ്പോൾ കൊറോണ സമയം ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയും അടുപ്പിക്കേണ്ട, കാരണം സർജറി കഴിഞ്ഞതായിരുന്നു, ഒരു ഫേസിൻ്റെ സർജറി ആയിരുന്നു അത്. അപ്പോൾ ഇവർ വന്ന സമയത്ത് ഞാൻ ജനവാതിൽക്കൂടെ കണ്ടു. അങ്ങനെ ജനവാതിൽ തുറന്ന് ഇവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മമ്മീനെ കാണാൻ പറ്റത്തില്ല. വിൻഡോ തുറന്ന് ഞാൻ പറയുമായിരുന്നു ഇവരെ കാണാൻ പറ്റത്തില്ല, മമ്മി എന്താ പറയുക സർജറി കഴിഞ്ഞ് കിടക്കുന്നത് കോവിഡ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ തിരിച്ചു പോയി അന്ന്. പിന്നെ നമ്മൾ കാണുന്നത് എവിടുന്നോ ഇവൻ്റെ ഷോപ്പിൽ നിന്നാണ് പിന്നെ കാണുന്നത്. അതായത് സർജറിയും കാര്യങ്ങളൊക്കെ മമ്മീൻ്റെ ഓക്കെ ആയി. അതിനുശേഷം ഞാനും മമ്മിയും SM സ്ട്രീറ്റിൽ നമ്മുടെ മണിയേട്ടൻ്റെ ഷോപ്പിൽ, മണിയേട്ടൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഒരുവിധം ട്രാൻസ് കമ്മ്യൂണിറ്റിയൊക്കെ ഫാൻസി കോസ്മെറ്റിക് സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന SM സ്ട്രീറ്റിലെ ഒരു ഷോപ്പിലെ ഒരു ആൾ, അവിടെയായിരുന്നു ഇവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഞാൻ കാണുന്നതും. പക്ഷെ ഞങ്ങൾ കാണുമ്പോൾ ഇഷ്ടമുണ്ട്, പക്ഷെ അത് അങ്ങനെ ലവായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പം അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിൽ നിന്ന് കണ്ടു. ഞങ്ങൾ പലപ്പോഴായിട്ട് കാണും. ഏകദേശം ഞാനും ഒന്നരാട് ഞങ്ങൾ ആ ഷോപ്പിൽ പോകും. റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷം ആവുന്നു. അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു റിലേറ്റീവ്സിന്റെ? അതാ പറഞ്ഞു വരുന്നത്. നമ്മൾ ആരും അറിയാതെ ഇങ്ങനെ മുന്നോട്ട് പോയായിരുന്നു 3 വർഷമൊക്കെ നമുക്കിങ്ങനെ. കാരണം ഞാനും പഠിച്ച എവിടെയെങ്കിലും എത്തണം എന്നുള്ളൊരു ഇതായിരുന്നു. ഇവനും പ്രോപ്പറായിട്ടൊരു ജോലിയില്ല. ഇവൻ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും നല്ലൊരു ജോബ് കിട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് മാറാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വീട്ടിൽ പിടിച്ചു, എൻ്റെ മമ്മി പിടിച്ചു. അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള എൻ്റെ മമ്മി എന്നെ നോക്കിയതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു പെൺകുട്ടി ഒരു അമ്മ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വീട്ടിലൊരു പെൺകുട്ടിയുടെ റിലേഷൻഷിപ്പ് പിടിക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപോലെ ഒരു പൊട്ടിത്തെറി ആയിരുന്നു. അതേപോലെ ഇവന് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മളെ കമ്മ്യൂണിറ്റി തമ്മിലുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരമായി ഭയങ്കര ഇഷ്യൂസായി. കാരണം മമ്മിയുടെ വിഷമം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും മമ്മിയുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞില്ല. റിലേഷൻ ഉണ്ടായിരുന്നത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ മമ്മി ഒരു പക്ഷെ സമ്മതിച്ചേനെ എന്നൊക്കെ മമ്മി പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഓക്കെയാണ്. അത് 1 മാസത്തെ പിണക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ മമ്മി എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ കുറച്ച് സമയം പിണങ്ങി നിൽക്കത്തുള്ളൂ, ആളെന്നെ പെട്ടെന്ന് ഓക്കെ ആവും. അങ്ങനെ പ്രശ്നമായി. അതായത് ഒരു വൻ ഇഷ്യൂ ആയി. കാരണം അവൻ്റെ അമ്മേനെ വിളിച്ചു, എൻ്റെ മമ്മി അങ്ങനെ പറഞ്ഞു, അങ്ങനെ എന്നോട് മിണ്ടാതായി. മമ്മി എന്നോട് ഇങ്ങനെ ഭയങ്കര പിണക്കത്തിലായി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പിന്നെ ഞങ്ങളെ ഇഷ്ടത്തിലാണ്, ഞങ്ങൾ പിന്മാറില്ല എന്ന് കണ്ടപ്പോൾ അവരോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഞങ്ങൾക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും എന്താ പ്രശ്നമൊന്നും എന്താ ഏതാണെന്നും അറിയില്ല. കാരണം ഒരു സുപ്രഭാതത്തിൽ ഇവൻ വന്ന് എന്നെ വിളിച്ചിറക്കി ഇങ്ങോട്ട് അങ്ങ് പോയി. അതാണ് ഉണ്ടായത് സംഭവം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ചെറിയ ഒളിച്ചോട്ടത്തെ കലാശിച്ചു. രാത്രി 8 മണി 9 മണി സമയത്ത് തന്നെ എൻ്റെ മമ്മി, കാരണം ഞാൻ വീട്ടിൽ മമ്മിയുടെ കൂടെ ആയ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാർ വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ടാകാൻ നോക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. അവർ ഫ്ലാറ്റിൽ വന്ന് ഇച്ചിരി ഇഷ്യൂ ഉണ്ടാക്കി. പക്ഷെ അത് ഞങ്ങൾ പോലീസിനെ വിളിച്ചു കോംപ്രമൈസ് ആയി. അതായത് അവർ 18 വയസ്സ് കഴിഞ്ഞ വ്യക്തി എവിടെ താമസിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ സോൾവ് ആയിപ്പോയി. പിന്നീട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് അവർ കേസ് കൊടുത്തു. അവർ നടക്കാവ് സ്റ്റേഷനിൽ പോയിട്ട് അവർ കേസ് കൊടുത്തു. അന്ന് ഞങ്ങളെ വിളിപ്പിച്ച സമയത്ത്
ഇതന്നെ പറഞ്ഞത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരെ തന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവരും പറഞ്ഞു. അങ്ങനെ അന്ന് പോലീസുകാർ മുഖേനയൊക്കെയാണ് ഞാൻ എൻ്റെ മമ്മിയുടെ കൂടെ പോകുന്നത്. കാരണം ഇനി എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ദീപാറാണി ആയിരിക്കും അതിന് ഉത്തരവാദി എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു അന്ന് പോയത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നതുകൊണ്ട് മമ്മിയുടെ വീട്ടിൽ നിന്ന് പോകുമ്പം ഇനി എനിക്ക് ഒന്നുമില്ല, ഞാൻ അറിയില്ല അതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മമ്മി പറഞ്ഞു. അങ്ങനെ മമ്മി എന്നെ നടക്കാവ് സ്റ്റേഷനിലെ പോലീസുകാരെ വിളിച്ചു, കയ്യാൽ രേഖാമൂലം എഴുതി മേടിച്ചു, ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ അന്ന് രാത്രി അവിടെ നിന്ന് പോകുന്നത്. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത സാദിനും സിയയ്ക്കും എല്ലാവിധ ആശംസകളും, വരാൻ പോകുന്ന കുഞ്ഞുവാവയ്ക്കും. താങ്ക് യു സോ മച്ച്. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം നിങ്ങൾ ഈ ഒരു സമയത്ത് വന്നതിന് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.